അസ്സലാമലൈക്കും. മൈമൂൻസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി ചിക്കൻ ദം ബിരിയാണിയാണ്. വളരെ ടേസ്റ്റിയായി എന്നാൽ എളുപ്പത്തിൽ തന്നെ ചിക്കൻ ബിരിയാണി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്താണ് ഞാനിന്ന് മസാല തയ്യാറാക്കിയത്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ മസാലക്ക് വേണ്ടുന്നത് നോക്കാം. 3/4 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതാണിത്. ആദ്യം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് മിക്സ് ആക്കുക. അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി ഈ ചിക്കൻ കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം. അതിനുശേഷം ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 15ഓളം പച്ചമുളക്, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 4 തക്കാളി, 5-6 വെളുത്തുള്ളി. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഗ്രൈൻഡറിൽ ചതച്ചെടുക്കാം. പിന്നെ വേണ്ടത് 6 സവാള നേർമയായി അരിഞ്ഞത്, കുറച്ച് സ്പൈസസ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, കുരുമുളക് എന്നിവ വേണം. ഇനി മസാല തയ്യാറാക്കാനായി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചതിൽ നിന്നും കുറച്ച് ചേർത്ത് കൂടെ തന്നെ സവാളയും ഇട്ട് വഴറ്റി കൊടുക്കാം. സവാള നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് നേരത്തെ ബാക്കിയെടുത്ത് വെച്ച ചതച്ചത് മുഴുവനും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മുഴുവനും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ആക്കി കൊടുക്കാം. ഇനി നേരത്തെ എടുത്തു വെച്ച തക്കാളി അരിഞ്ഞതും ചേർത്ത് നന്നായി മിക്സ് ആക്കി കൊടുക്കാം. നന്നായി മിക്സാക്കി അതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയില, പുതിനയില, കറിവേപ്പില എന്നിവ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നന്നായി യോജിപ്പിച്ച ശേഷം വെള്ളം ചേർക്കാതെ നമുക്കിത് 2 വിസിലിന് വേവിച്ചെടുക്കാം. ഇനിയൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് ചൂടായാൽ നേരത്തെ വേവിച്ച് വെച്ച മസാലയുടെ കൂട്ട് ചേർത്ത് ഫ്രൈ ചെയ്ത ചിക്കനും ചേർത്ത് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഈ മസാലയിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് തുറന്ന് വെച്ച് നമുക്ക് വറ്റിച്ചെടുക്കണം. എല്ലാം നന്നായി മിക്സ് ആക്കിയ ശേഷം 2 ടേബിൾ സ്പൂൺ തൈര് അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ ഗരം മസാലയും വിതറി നന്നായി യോജിപ്പിച്ച ശേഷം വെള്ളം വറ്റാനായി ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മല്ലിയില, കറിവേപ്പില, പുതിനയില എന്നിവ വിതറി മൂടി വെച്ച് നമുക്കത് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് നേരിയരിയാണ്. കുതിർത്ത് കഴുകി വെച്ച നേരിയരി ഞാൻ വറുത്താണ് ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കുന്നത്. വറുത്ത് വെച്ചാൽ കൂടുതൽ കുഴഞ്ഞു പോകുകയില്ല, നല്ല ടേസ്റ്റി ആയി കിട്ടും. അപ്പം 4 ഗ്ലാസ് വെള്ളം ചൂടാക്കാനായി നമുക്ക് അടുപ്പിൽ വെക്കാം. റൈസിനായി വേണ്ടത് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, തക്കോലം, അതിൻ്റെ കൂടെ ഒരു ചെറിയ സവാള അരിഞ്ഞത്, അരമുറി ചെറുനാരങ്ങ. ഇനി വലിയൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ല നെയ്യും 3 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് ചൂടാക്കാനായി വെക്കാം. അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, ഷാഹി ജീര 1/2 ടീസ്പൂൺ എന്നിവ ചേർത്ത് കൊടുത്ത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് നന്നായി മിക്സ് ആക്കാം. സവാള വാടി വരുമ്പോൾ നമുക്ക് കഴുകി വെള്ളം വാർത്ത് വെച്ച അരി ചേർത്ത് നന്നായി വറുത്തെടുക്കാം. ഒരു 5 മിനിറ്റ് നന്നായി വറുത്തെടുക്കണം. വറുക്കുന്ന സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തിളപ്പിച്ച 4 ഗ്ലാസ് വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 മുറി നാരങ്ങയും പിഴിഞ്ഞു കൊടുത്ത് മൂടി വെച്ച് വേവിക്കാം. ഇനി ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് വെള്ളം വറ്റി വന്നാൽ ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ചെറിയ തീയിൽ മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ദമ്മിടാം. അതിനായി ഒരു പാത്രത്തിലേക്ക് ആദ്യം കുറച്ച് മസാല നിരത്താം. അതിന് മുകളിലേക്ക് വേവിച്ച് വെച്ച റൈസും ഒരു ലെയർ നിരത്തി കൊടുക്കാം. അതിനുശേഷം മസാലയിലുള്ള കുറച്ച് വെള്ളം ഇതിലേക്ക് സ്പൂൺ കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് അരിഞ്ഞു വെച്ച മല്ലിയില, പുതിനയില, ഫ്രൈ ചെയ്ത ഒണിയൻ എന്നിവ വിതറി വീണ്ടും ലെയറാക്കി റൈസ് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിൽ വീണ്ടും മസാലയിൽ നിന്നുള്ള കുറച്ച് വെള്ളം ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് മല്ലിയില, പുതിനയില, ഫ്രൈ ചെയ്ത ഒണിയൻ, കറിവേപ്പില എന്നിവ ഇട്ട് അടച്ചു വെച്ച് നമുക്കിതൊരു 5 മിനിറ്റ് ചെറിയ തീയിൽ ദമ്മിന് വെക്കാം. ഇനി മൂടി തുറന്ന്
റൈസ് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി നന്നായി മിക്സ് ആക്കാം. അങ്ങനെ ചൂടോടെ നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാം. മല്ലിയില, പുതിനയില, കറിവേപ്പില, ഫ്രൈ ചെയ്ത ഒണിയൻ, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എന്നിവ വിതറി അലങ്കരിക്കാം. ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.